ബി.ജെ.പിയും മോദി സർക്കാരും അക്ഷരാർത്ഥത്തിൽ ഭയചകിതരാണ്. വ്യാജ പ്രചാരണത്തിലൂടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം വഴി വർഗീയത വളർത്തിക്കൊണ്ട് അധികാരത്തിലേറി കൽപ്പാന്തകാലത്തോളം രാജ്യം ഭരിക്കാവുന്ന മോഹവുമായി നിന്ന ബി.ജെ.പിയും മോദിയും ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അവർക്ക് പ്രതിപക്ഷത്തെ പേടിയാണ്, ഇന്ത്യ സഖ്യത്തെ പേടിയാണ്, കോൺഗ്രസിനെ പേടിയാണ്, സർവോപരി രാഹുൽ ഗാന്ധിയെ പേടിയാണ്. വോട്ടുകള്ള കസേര ഒഴിയൂ എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ അഴിച്ചുവിട്ടിരിക്കുന്ന ഈ കൊടുങ്കാറ്റ്, അതിൽ സർക്കാർ കടപുഴകി വീഴുമോ എന്നുള്ള ഭയമാണ് ബി.ജെ.പിക്കും സർക്കാരിനുമുള്ളത്. ആ കൊടുങ്കാറ്റ് രാജ്യമാസകലം പടരും, അതൊരു തീ പോലെ ആളിക്കത്തും. അതവർക്കറിയാം, ബി.ജെ.പിക്ക് അറിയാം. അത് കെടുത്തുന്നതിന്, ആ കൊടുങ്കാറ്റിനെ തടയുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് ബി.ജെ.പി ഇപ്പോൾ. ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ബില്ല് ആ വഴിക്കുള്ള ഒരു ശ്രമമാണ്. അതിന്റെ ഉദ്ദേശം പ്രധാനമായും രണ്ടാണ്. ഒന്നാമത്, ഈ വോട്ട് ചോരി ആ ആരോപണത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ആരംഭിച്ചിരിക്കുന്ന വോട്ട് അധികാർ യാത്രയിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധയെ തിരിക്കുക. ആ റാലി ഇപ്പോൾ വലിയ തോതില് ഇന്ത്യയുടെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുക. അവിടേക്ക് ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്, അതൊരു വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ദേശമെങ്ങും ഈ വിഷയം ചർച്ച ചെയ്യുന്നു, സംസാരിക്കുന്നു. അതിൽ നിന്ന് രാജ്യത്തിന്റെ ശ്രദ്ധയെ തിരിക്കുക, തൽക്കാലത്തേക്കെങ്കിലും ശ്രദ്ധയെ തിരിക്കുക. രണ്ടാമത്തേത് കുറച്ചുകൂടെ ഒരു വലിയ ഉദ്ദേശമാണ്, ഒരു ലാർജർ കോൺസ്പിറസി എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ സാധിക്കും. അതായത് രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാക്കുക. ജനാധിപത്യം ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പുകളൊന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പക്ഷെ ബി.ജെ.പി മാത്രമേ ജയിക്കൂ. ആ രീതിയിൽ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുക, അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യം. നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ, അതായത് ഈ ഭരണഘടനാ ഭേദഗതിയിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ, അതിന്റെ നാൾ വഴി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതായത് രാഹുൽ ഗാന്ധി കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ ക്രമക്കേടുകൾ, ചെറിയ ക്രമക്കേടുകളൊന്നും, വലിയ പിഴവുകൾ, വോട്ടർ പട്ടികയിലെ വലിയ പിഴവുകൾ പറഞ്ഞല്ലോ. ഒരു മേൽവിലാസത്തിൽ 80 ആളുകളെ ചേർത്തത് മുതൽ അവിടുത്തെ 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലെ വോട്ട് വെച്ച് നോക്കുമ്പോൾ മുമ്പിലായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 8ാമത്തെ ഒറ്റ മണ്ഡലത്തിലെ ഭൂരിപക്ഷം കൊണ്ട് 1.14 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ട് വിജയിയാകുന്ന സാഹചര്യം, അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരെ വളരെ ശക്തമായ ആരോപണം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ കടുത്ത ശക്തമായ ഭാഷയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധി ഈ ഉന്നയിച്ച ആരോപണം അതൊരു ആരോപണമായിരുന്നില്ല, വസ്തുതകളുടെ ഒരു അവതരണമായിരുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച രേഖകൾ അടിസ്ഥാനമാക്കി, അത് കടലാസ് രേഖകളാണ് കിട്ടിയത്, ഇലക്ട്രോണിക് രേഖകൾ കിട്ടിയില്ല. അത് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോഴും നൽകിയിട്ടില്ല, നൽകാൻ സാധ്യമല്ല എന്ന നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്നത്. ആ രേഖകൾ ഉപയോഗിച്ച് 40 പേരടങ്ങുന്ന ഒരു സംഘം 6 മാസം നിരന്തരം വിശ്രമമില്ലാതെ ജോലി ചെയ്ത് കണ്ടെത്തിയ തെളിവുകൾ, ഡേറ്റാസ്, അത് വെച്ചുകൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് രാജ്യം ശ്രദ്ധിച്ചു, രാജ്യം രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ചു, അത് ബി.ജെ.പിക്ക് മനസ്സിലായി. അതിനോടൊപ്പമാണ് മഹാരാഷ്ട്രയിലെ ക്രമക്കേടുകൾ അത് പുറത്തുകി വരുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ഇന്ത്യ സഖ്യത്തോടെ പരാജയപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ NDA വിജയിക്കുന്നു, ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 മാസം കൊണ്ട് ലക്ഷക്കണക്കിന് പുതിയ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർത്തതിനെ തുടർന്നാണ് ഈ അട്ടിമറി സംഭവിച്ചത്. ഇവരാരായിരുന്നു? ഇവരെവിടെ നിന്ന് വന്നതാ? ഇവരെങ്ങനെയാണ് വോട്ടർമാരായത്? അതൊക്കെ ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. അത് ഒരു രണ്ടാമത്തെ സംഭവം. അതിനുശേഷമാണ് വോട്ട് അധികാർ യാത്ര ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. അതൊരു വലിയ വിജയമായിട്ട് മാറി. ജനങ്ങള് വലിയ തോതിൽ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് ബീഹാറിലെ ഗ്രാമവീഥികളില് തടിച്ചുകൂടുന്നു. വോട്ട് കൊള്ളയിലൂടെ തെരഞ്ഞെടുപ്പുകളിൽ അഴിമതിയും നടത്താനും അങ്ങനെ ജനഹിതത്തെ അട്ടിമറിക്കാനും അതിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒത്താശയോടെ നടന്നത് എന്ന ബോധ്യത്തെ തുടർന്നാണ് ജനങ്ങളെ ഈ റാലിക്ക് വലിയ പിന്തുണയുമായി എത്തിയത്. അപ്പോഴാണ് അതിനെ തടുക്കുക, ചെറുക്കുക,
ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് തിരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പോഴത്തെ ഈ ഭേദഗതി ബില്ലുമായി വന്നിരിക്കുന്നത്. 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ഏതെങ്കിലും ഗുരുതരമായ കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റിലാകുന്ന പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരോ 30 ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞാൽ അവർ അയോഗ്യരാകും, അല്ലെങ്കിൽ അവർക്ക് പദവി നഷ്ടപ്പെടും, അവർ രാജിവെച്ച് പുറത്തു പോകണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ്, ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇപ്പോൾ പാർലമെന്റിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ല. അതിന് അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം വേണം, സഭയിലെ മൊത്തം അംഗങ്ങളുടെ 50%. അതുപോലെ തന്നെ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലുകളൊക്കെ സഭയിൽ വരുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും വിപ്പ് കൊടുക്കുകയും മുഴുവൻ അംഗങ്ങളെയും സഭയിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കണമെങ്കിൽ 360 അംഗങ്ങളുടെ പിന്തുണ വേണം. പക്ഷെ ഇപ്പോൾ അവർക്കുള്ളത് 245 അംഗങ്ങൾ വീതമാണ്. മറ്റേതെങ്കിലും കക്ഷികളെയോ സഹോദരന്മാരെയൊക്കെ സ്വാധീനിച്ച് കൂട്ടത്തിൽ നിർത്താമെന്ന് വിചാരിച്ചാൽ പോലും ഈ മാന്ത്രിക സംഖ്യയിലേക്ക് 360 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ അവർ ചില ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ നിന്ന് മാറ്റുക, രണ്ടാമത് പ്രതിപക്ഷത്തെ ഒന്ന് ഭയപ്പെടുത്തുക, ഒന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് കണ്ട് പ്രതിപക്ഷം ഭയപ്പെടണമെന്നില്ല. കാരണം പാസ്സാക്കാൻ പറ്റാത്ത ഒരു ബില്ലാണിതെങ്കിൽ അത് എത്ര ജനാധിപത്യ വിരുദ്ധമാണെങ്കിലും ഏകാധിപത്യപരമാണെങ്കിലും സ്വേച്ഛാധിപത്യപരമാണെങ്കിലും അതിനെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അതിനെ ശക്തമായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ ലോക്സഭയിൽ അതിശക്തമായ എതിർപ്പ് ഈ ബില്ലിന്റെ അവതരണ വേളയിൽ നേരിടേണ്ടി വന്നത്. ഈ ബില്ലിന്റെ കാര്യത്തില് പുറന്തോടൊന്ന് തൊട്ട് നക്കി നോക്കിയാല് മതിരിക്കും. 30 ദിവസം വരെ ജയിലിൽ കിടക്കുന്ന മന്ത്രിമാരെയോ മുഖ്യമന്ത്രിമാരെയോ അവരെ പദവികളിൽ നിന്ന് നീക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് വേണമെങ്കിൽ തോന്നാം. മാത്രമല്ല, ഈ ബില്ലിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു മഹാമനസ്കത ഭരണപക്ഷം കാണിച്ചല്ലോ, പ്രകടിപ്പിച്ചല്ലോ എന്നും നമുക്ക് ആശ്വസിക്കാം. നമ്മുടെ വിശ്വമൗരൻ ശശി തരൂർ പോലും ആദ്യം പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ ഈ ബില്ലിന് കുഴപ്പമൊന്നും കാണുന്നില്ലെന്നാണ്. പക്ഷെ രണ്ടാമത്തെ നോട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയില്ല. ആ ബില്ല് അത്ര ശരിയല്ലെന്ന് അദ്ദേഹത്തിനും അഭിപ്രായമുണ്ടായി. അത് അദ്ദേഹം പറയുകയും ചെയ്തു. വാസ്തവത്തിൽ പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമാണ് ഈ ബില്ല്. കുറിച്ചു വെച്ചോളൂ, എന്നെങ്കിലും ഈ ബില്ല് അല്ലെങ്കിൽ ഇതുപോലൊരു ബില്ല് പാർലമെന്റ് പാസ്സാക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ കഥ കഴിയും, കച്ചവടം തീരും, യാതൊരു സംശയവും വേണ്ട. കേന്ദ്രത്തിലിരിക്കുന്നവർക്ക് സംഗതി വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മന്ത്രിയെ പൂട്ടണമെന്ന് കേന്ദ്രം വിചാരിക്കുന്നുവെന്ന് കരുതുക. അന്വേഷണ ഏജൻസികളായ ED സാമ്പത്തിക കുറ്റങ്ങളൊക്കെ അന്വേഷിക്കുന്നവരാണല്ലോ. പിന്നെ CBI, NIA, ഇൻകം ടാക്സ്, ഇവരെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ്. ഈ ഏജൻസികളൊക്കെ സർക്കാർ പറയുന്നത് പോലെ ചെയ്യും. കാരണം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ട എല്ലാ അനുഭവങ്ങളും അത് ശരിവെക്കുന്നതാ. സർക്കാരിന്റെ പാവകളാണ്, സർക്കാരിന്റെ ഇംഗിതത്തിനകത്ത് തുള്ളുന്ന ഏജൻസികളാണ് ഇവയെല്ലാം, നമ്മൾ ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കെതിരെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ഒരു കേസ് ചാർജ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് 5 കൊല്ലം ശിക്ഷ കിട്ടാവുന്ന തരത്തിൽ FIR-ഉം കുറ്റപത്രവും തയ്യാറാക്കുന്ന ഒരു വിഷമവും ഉണ്ടാവില്ല ഈ ഏജൻസികൾക്ക്. അതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ വകുപ്പുകളനുസരിച്ചായിരിക്കണം ഈ കുറ്റപത്രം തയ്യാറാക്കേണ്ടത് എന്ന്. പിന്നീട് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ 30 ദിവസം റിമാൻഡിലിടാൻ എന്താണ് പ്രയാസം? ആരെ വേണേലും ചെയ്യാം, അതനുസരിച്ച് കോടതിയിൽ നീങ്ങിയാൽ മതി. പിന്നെ കോടതിയുടെ വിശ്വാസ്യതയെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുന്ന ഒരു സമയവുമാണ് ഇപ്പോഴ്. ഏത് മുഖ്യമന്ത്രിക്കും ഏത് സംസ്ഥാന മന്ത്രിമാർക്കുമെതിരെ ഉപയോഗിക്കാവുന്ന ഒരു നിയമമായിരിക്കും പാസ്സായാൽ ഈ ഭേദഗതി നിയമം. തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി എന്നൊരു മന്ത്രി, അദ്ദേഹം രാജിവെക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടും സ്റ്റാലിൻ മുഖ്യമന്ത്രി സമ്മതിച്ചില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാല് സെന്തിലിനെയും പുറത്താക്കാം, അതുപോലെ തന്നെ സ്റ്റാലിനെതിരെ ഒരു കേസെടുത്ത് 30 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെയും വേണമെങ്കിൽ പുറത്താക്കാനും കഴിയും. അത്രയ്ക്ക് ജനാധിപത്യ വിരുദ്ധമായ എല്ലാ ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പടത്തുന്ന ഒരു നിയമനിർദ്ദേശമാണ് ഇപ്പോൾ പാർലമെന്റിന്റെ പരിഗണനയിലുള്ളത്. പിന്നെ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ട്
ആരും വ്യാമോഹിക്കൊന്നും വേണ്ട. ഒന്നാമത്തെ കാര്യം, പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർക്കോ എതിരെ ഒരു ഏജൻസിയും ഒരു കേസും ചാർജ് ചെയ്യാൻ പോകുന്നില്ല. ഇനി അങ്ങനെ കേസ് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ കോടതി ഇടപെടണം. അത് അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് അനുമതി നൽകണം. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു വകുപ്പ് ഈ നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് അത് ഏട്ടിലെ പശു എന്ന് മാത്രമേ ഉള്ളൂ, അത് പുല്ല് തിന്നാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രധാനമായും ഈ ബില്ലിന്റെ ഉദ്ദേശം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായിരിക്കും. അതാണ് BJP ഉദ്ദേശിക്കുന്നത്. ഇത് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കെതിരായിട്ടുള്ളതാണെന്ന് എല്ലാവരും അങ്ങനെ ധരിക്കണ്ട. ഇപ്പോൾ ഈ സർക്കാരിന് പിന്തുണ നൽകുന്ന രണ്ട് താങ്ങി പാർട്ടികളുണ്ടല്ലോ, TDPയും JDUവും, അവർക്കും ഇത് ബാധകമാണ്. അവരെ വരച്ച വരയിൽ നിർത്താൻ ഈ നിയമം പാസ്സായി കിട്ടിയാൽ BJPക്ക് സാധിക്കും, യാതൊരു സംശയം വേണ്ട. അപ്പോ ഇത് പാർലമെന്റില് വോട്ടിന് വരുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇപ്പൊ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടി ഉണ്ടല്ലോ, ജഗൻമോഹന്റെ YSR കോൺഗ്രസ് പാർട്ടി. അവരും ഒന്ന് ഓർത്തോളൂ, ഇതെല്ലാവരുടെയും BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളുടെയും തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഡെമോക്രസിന്റെ വാളായിരിക്കും ഈ നിയമം പാസ്സായി വന്നാൽ. ജനാധിപത്യത്തിന്റെ മരണമണി മുഴങ്ങുന്നതിന്റെ തുടക്കമാണ് നമ്മൾ ഇന്നലെ പാർലമെന്റിൽ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അവരത് വോട്ട് കൊള്ളയിലൂടെ ആരംഭിക്കുകയാണ്. വോട്ടർ പട്ടിക വഴി അതിലെ പരമാവധി വ്യാജന്മാരെ ചേർത്തുകൊണ്ട്, BJPക്കാരെ ചേർത്തുകൊണ്ട്, BJPക്ക് എതിരായിട്ട് വരാവുന്ന വോട്ടുകളൊക്കെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് പരമപ്രധാനമായിട്ട് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പമാണ് ഈ ബില്ല്. ഇത് പാസ്സാവുകയാണെങ്കിൽ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ കക്ഷികളുടെ മന്ത്രിസഭ ഉണ്ടെങ്കിൽ, പ്രതിപക്ഷ മുന്നണിയുടെ മന്ത്രിസഭകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഇതെപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ആലോചിക്കണം, അടിയന്തരാവസ്ഥ എതിർത്തവര്, ഇപ്പൊ പ്രചാരണത്തിന് വേണ്ടി അടിയന്തരാവസ്ഥ ദിനം ആചരിക്കുന്നവര്, അവരാണ് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന പുതിയ നിയമവുമായി വരുന്നത് എന്ന്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എക്കാലത്തേക്കുമായിരുന്നില്ല, ചെറിയൊരു കാലയളവിലേക്കായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഈ നിയമങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലുള്ള മാനിപ്പുലേഷൻസ് തുടരാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എക്കാലത്തേക്കുമായിട്ട് നമ്മുടെ ജനാധിപത്യം ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം. ഈ സംഭവവികാസങ്ങളില് പോസിറ്റീവായിട്ടൊരു കാര്യമുണ്ട്. അതായത് വോട്ട് കൊള്ള, അതിന്റെ പേരിലുണ്ടായ വിവാദങ്ങള്, ഇപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധമായ ബില്ല്, ഈ രണ്ട് വിഷയങ്ങൾ ഒരു കാര്യത്തെ സഹായിച്ചു. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ മുഴുവൻ ഒന്നിച്ചു നിർത്താൻ സാധിച്ചു. നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികള് പിണങ്ങിയും പരിശോധിച്ചും ഒക്കെ നിൽക്കുകയായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഒന്നായി. ഇന്നലെ ഈ ബില്ലിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് തൃണമൂൽ കോൺഗ്രസാണ്. കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് മമതാ ബാനർജിയുടെ ഇത് സംബന്ധിച്ച പ്രതികരണം അതിശക്തമായിരുന്നു, അതിമൂർച്ചയുള്ളതായിരുന്നു. അവരുടെ ലോക്സഭയിലെ നേതാവ് കല്യാൺ ബാനർജി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ബില്ല് അവതരണം തുടങ്ങിയപ്പോൾ തന്നെ തൃണമൂൽ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. അതുപോലെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവർക്കൊന്നിച്ച് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു. BJPയുടെ ഈ രണ്ട് നടപടികൾ സത്യത്തിൽ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു നിൽക്കാൻ സഹായിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ബില്ല് പാസ്സാവുക അത്ര എളുപ്പമല്ല. രണ്ട് സഭകളിലും അവർക്ക് 3-2 ഭൂരിപക്ഷം നേടാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ബില്ല് ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുക. അവിടെ ഇനി വിശദമായ ചർച്ചകൾ ഉണ്ടാവും. അവിടെ പ്രതിപക്ഷവുമായി എന്തെങ്കിലും ഒരു സമവായം ഉണ്ടാക്കാനായിരിക്കും BJP ശ്രമിക്കുക. പക്ഷെ ഒരു സാധ്യത വളരെ കുറവാണ്. ഇതുപോലെയുള്ള വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് പിന്നെ എന്ത് സമവായം? ഏത് വിഷയങ്ങളിലാണ് പ്രതിപക്ഷത്തിന് ഭരണപക്ഷവുമായി ധാരണയിലെത്താൻ സാധിക്കുക? അതൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ ബില്ല് അടുത്ത സമ്മേളനത്തിലോ പിന്നെ എപ്പോഴെങ്കിലും സഭയുടെ മുമ്പിൽ വന്നാൽ, പരിഗണനയ്ക്ക് വന്നാൽ അകാല ചരമമടയാനാണ് സാധ്യത. പക്ഷേ ഇതിന്റെ പിന്നിൽ ഓടിച്ചിരിക്കുന്ന BJPയുടെ മനോഭാവം അത് പേടിപ്പിക്കുന്നതാ. ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നതിന്റെ പിന്നിൽ പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്.